ഗൈസ് യെസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് വേൾഡിലാണ്. ഇതാണ് നമ്മളെ ലെറ്റ്സ് പ്ലേ വേൾഡ്. വിചാരിക്കും ലെറ്റ്സ് പ്ലേ വേൾഡ് ഇങ്ങനല്ലല്ല, ഒരു അയൺ ആർമർ ഉണ്ടായിട്ടേ. യെസ്, ഞാൻ പറയാൻ തോന്നുന്നില്ല എനിക്ക്, പക്ഷെ പറഞ്ഞേക്കാം. എൻ്റെ വേൾഡ് സെക്ഷനിൽ കുറേ വേൾഡായി. അപ്പോൾ കുറേ വേൾഡ് ആയതുകൊണ്ട് എൻ്റെ ഗെയിം നല്ലോണം ലാഗ് അടിക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അൺവാണ്ടഡ് വേൾഡ്സ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു, എല്ലാം ഡിലീറ്റ് ചെയ്തു. 700 എത്രയോ ഉണ്ടായിന്, അതിൽ നിന്ന് 20 എത്രയോ ആക്കി അറിയാണ്ട്. അതിൽ നിന്ന് എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് ഡിലീറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ടല്ല, എപ്പോഴും ആക്കലുണ്ട്. ഇതുവരെ ഞാനിത് സോൾവ് ആക്കിയിട്ടാ. സോ ഗൈസ്, സാഡ്ലി പറയുന്നത് ഇതാണ് നമ്മളെ ലെറ്റ്സ് പ്ലേ സീസൺ 2. സോ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. പിന്നെ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജാവ പ്ലസ് ബെഡ്റോക്ക് ആണ്. അപ്പം നല്ല സീഡാണ്, നിങ്ങൾക്ക് കളിക്കാം. ഇതിൽ ഒരു വില്ലേജ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എടാ സ്റ്റാർട്ടിങ്ങിലേ ചാവട്ടി ആ ഡ്രോണ്ടോ അല്ലേ. അപ്പം ആ വില്ലേജ് ആ വില്ലേജിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആ റൂയിൻ്റെ ബോട്ടിൽ കാണും. പിന്നെ സീഡ് ക്രെഡിറ്റ് ഗോസ് ടു സുധി. യെസ് ഗൈസ്, ഇതാണ് നമ്മളെ സുധി അണ്ണൻ്റെ RTX ലെറ്റ്സ് പ്ലേൻ്റെ സീഡ്. അതിനായിപ്പം ഞാൻ കളിക്കുന്നത്. അത്യാവശ്യം നല്ല സീഡാണ്. അപ്പം നമുക്ക് ഈ റൂയിൻ്റെ ബോട്ടിൽ ലൂട്ട് ചെയ്യാം ഫസ്റ്റ്. ബട്ട് നമ്മളെ മെയിൻ കാര്യം വുഡ് വെട്ടുക. അപ്പോൾ ആ സീഡും എല്ലാം സുധിയണ്ണൻ്റെ അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സുധിയണ്ണൻ്റെ പോലെ ആക്കാം. ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് കുറച്ച് സൈഡിൽ വെച്ചേക്കാം. അതിനി നമ്മൾ യൂസ് ചെയ്യില്ല. ആരും കോപ്പി അടിച്ച് അതൊന്നും പറയില്ല. അങ്ങനെ നമ്മൾ കഴിയുമ്പോൾ 4 ലോഗായി. ഇവിടെ അൺബ്രേക്കിംഗ് 3 ഫോർച്യൂൺ 2. ഇത് ഒരു ഡയമണ്ട് പിക്കാക്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വേറെ തന്നെ പൊളിക്കട്ടി. ബട്ട് സാറില്ല, ഡയമണ്ട് കിട്ടൂലല്ലോ. റൂയിൻ്റെ ബോട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലെ ഡയമണ്ട് പിക്കാക്സ്. ഓക്കെ, ഇനി നമ്മളെ ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫസ്റ്റ്, എന്നിട്ട് ബാക്കിയെല്ലാം ലാസ്റ്റാ. ഓക്കെ, ഞാനൊന്നും ഇനി മിണ്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു പിക്കാക്സ് ആക്കാം. അല്ല, പിക്കാക്സ് എന്തിനാക്കി, ഇതന്നെ യൂസ് ചെയ്തൂടെ? ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല, എന്നാലും യൂസ് ചെയ്തേക്കാം. അപ്പോൾ കുറച്ച് സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ഫാസ്റ്റാന്ന് നോക്കറ. ഇങ്ങനെ ഒരു ഡയമണ്ട് പിക്കാക്സിൻ്റെ അത്രയും ഫാസ്റ്റാണ് ഈ ഗോൾഡ് പിക്കാക്സ്. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് നല്ലോണം വേഗത്തിൽ. ഇത് മെൻഡിങ് ഇല്ലാതാ, എന്നാൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാമോ. ഇവിടെ ഒറ്റയടിക്ക് 40 ഇതായി, മോർ ദാൻ ഇനഫ്. ഇനി നമുക്ക് പുറത്ത് പോവാം. ഇതൊക്കെ ബാക്കി ടൂൾസ് ആക്കാം. സോഡ്, പിക്കാക്സ്, ആക്സ്, ഷവൽ. ഹോ ആക്കിയാലോ? ഒരു ഹോ ആക്കിയേക്കാം. അത്രയും സ്റ്റോൺ ഇല്ലേ? യെസ്, നമ്മൾ അങ്ങനെ ഹോ അടക്കമാക്കി. ഇതെന്തിനും ഓപ്പണാവാൻ ഭയങ്കര ദേഷ്യം പിടിക്കും. അങ്ങനെ നമ്മൾ ഹോ അടക്കമാക്കി. അപ്പോൾ ഇവിടെ ഹേവിയിലുണ്ട്. അപ്പം നമുക്കിത് മൈൻഡ് ചെയ്യാം. അങ്ങനെ നമ്മളെ 45 ബ്രെഡായി. ഇനി നമ്മ പെരുത്തുന്ന നമ്മളെ ഗോലു. എന്താണ് സാറ്, ചോറുണ്ടാ? വേണ്ട, ഉണ്ണണ്ട. ഉച്ചയായിട്ടാ, രാത്രിയായി, എന്നിട്ടാ ചോറുണ്ടെന്ന്. എടാ ഇവിടെ വേണ്ട, ഇവിടെ ഈ സ്റ്റെയർ കേസ്. അപ്പോൾ കുറച്ച് ദൂരം പോവാ. 1 2 3. എത്രയാണ് ഞാനിപ്പോൾ വച്ചേ? ഞാൻ 4 ഐറ്റം വച്ചുപോയി. 3 വച്ചേക്കാം. ഓക്കെ, വാടാ നീ വാടാ. നീ ആരോടാ കളിക്കുന്നു? കൈസ്, ഇവൻ്റെ ആർട്സ് പറഞ്ഞാൽ ഇവൻ ഭയങ്കര സാധനമാണ്. ഇപ്പം ഞാനിവിടെ വീണ് കഴിഞ്ഞാൽ ഉറപ്പായ ഇവൻ എൻ്റെ 2 ഷോട്ട്സിൽ കില്ല് ചെയ്യും. ബട്ട് നമ്മൾ സീനല്ലേ, അല്ല പിന്നെ നമ്മളോടാ കളി. ഓക്കെ, ഇതത്ര ആയതാണ്. ഈ പോപ്പി ആയിരിക്കാന്ന് ഇപ്പം നടന്ന്
അപ്പം നമുക്ക് ഇവൻ തന്ന ടോട്ടൽ 5 അയൺ. അപ്പം 5 അയൺ കൊണ്ട് നമുക്ക് എന്താക്കാം, നമുക്കൊരു ബക്കറ്റ് ആക്കാം. യെസ്, നിങ്ങൾ വിചാരിക്കും ബക്കറ്റ് എന്തിനാക്കി ഒരു പിക്കാക്സ് ആക്കിക്കൂടെ? അല്ല, പറയുമ്പോൾ ശരിയാണല്ലേ. ബട്ട് 2 അയൺ കൊണ്ട് എന്തൊക്കെ ആക്കാം. നമുക്ക് തൽക്കാലം ഒരു ബക്കറ്റ് വേണമായിരുന്നു. പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മളെ വീടും പിന്നെ കുറച്ച് ബിൽഡെല്ലാം വരുന്നത് നമ്മളെ മെയിൻ ഐലൻഡിലാണ്, അതായത് ഞാൻ സ്പോണായ ഐലൻഡിലായിരിക്കും. അത് ഫുൾ നിറച്ചിട്ടേ നമ്മൾ അടുത്ത ഐലൻഡിൽ ഫോക്കസ് ചെയ്യലു. ഇനി നമുക്ക് നമ്മളെ മറ്റേ ഐലൻഡിൽ പോവാം. എന്നിട്ട് നമ്മൾ ഈ സീഡ്സ്, ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തായിരുന്നു ആ വില്ലേജിൽ നിന്ന്, അപ്പം നമുക്ക് അത് നടാറുന്നു. പിന്നെ ഗൈസ് ഒരു കാര്യം ഞാൻ മെയിനായിട്ട് ചെയ്തിട്ട് അതാണ് കോർഡിനേറ്റ്സ് ഓണാക്കൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് മറന്നു. പിന്നെ ഗൈസ് ഈ വേൾഡ് നമ്മൾ ഹാർഡിലിട്ടിട്ടാണ് കളിക്കുന്നത്, കാരണം ഹാർഡിലിട്ടിട്ട് കളിക്കാനല്ലേ നമ്മ കൊണ്ട് കയ്യിൽ. ഇതൊന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അപ്പം നൈറ്റ് ആവല്ലോ. ഞാൻ ബെഡ് എടുത്തിട്ടോ പൊട്ടൻ, ഞാൻ ആ വില്ലേജിൽ നിന്ന് വേഗം ബെഡ് എടുത്തിട്ടിട്ട്, അല്ലെങ്കിൽ എപ്പം ചത്തു പറയാൻ കഴിയില്ല. സോംബീനെ കൊണ്ട് ചാവും, ക്രീപ്പറിനെ കൊണ്ട് ചാവും, ബേം സമയമില്ല. അവിടെ നല്ല കുറേ ബെഡ് ഉണ്ടായിനി, ഞാൻ ഒന്നുപോലെ എടുത്തിട്ട് വന്നിട്ടോ പൊട്ടൻ. അങ്ങനെ കടന്നിറങ്ങി, എന്നാലും ഞാൻ ബെഡ് എടുത്തിട്ടേ. ശരി എന്നാൽ ഓക്കെ, നമുക്ക് ഈ ബെഡ് എടുത്തോണ്ട് പോവാ. ഇറ്റിങ്ങനെ ഓടുന്നു. വാ, നമുക്ക് നമ്മളെ ഇനി മെയിൻ ഐലൻഡിലോട്ട് പോവാ. അയ്യോ, ഇപ്പോൾ വീട്ടി. നമുക്ക് നമ്മളെ മെയിൻ ഐലൻഡിലോട്ട് പോവാം. അപ്പം ഗൈസ് ഇവിടെ ഒരു ലാവാ പൂളുണ്ട്, നമുക്കിപ്പോഴേ പോർട്ടൽ സെറ്റ് ചെയ്യാം. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലിൻ്റെ കുറവേ ഇല്ല. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമുക്കിപ്പോൾ ആക്കാം ബ്രോ. ഇത് പൊട്ടി നിൽക്കേ, ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി പൊട്ടിച്ചാളയോ, പ്ലീസ് ബി ഗുഡ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടവർ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇന്നോട് ആരി വെക്കാൻ പറഞ്ഞ പൊട്ട. അങ്ങനെ നമ്മളെ പോർട്ടൽ സെറ്റായി. ഇനി നമുക്ക് ഒരു ഇപ്പം ഞാൻ നെതറിൽ പോകുന്നില്ല എന്തോ ഭാഗ്യത്തിന്, കാരണം പോയാൽ പിന്നെ അറിയാലോ പണി കിട്ടും. എൻ്റെ ഒരു നല്ല ആർമർ പോലും ഇല്ല, എന്നിട്ടാണ് ഞാൻ നെതറിൽ പോകുന്നത്. ഇനി നമുക്ക് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക, എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാം. ഞാൻ വിചാരിച്ചു പിന്നെ ബെഡ് മറന്നു. ഓക്കെ, ബെഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെഡ്, വിത്തൗട്ട് ബെഡ് വി കനോട്ട് സ്കിപ്പ് നൈറ്റ്. കുറച്ച് അധികം ഇൻട്രോഡക്ഷൻ ആയിപ്പോയി. ഇൻട്രൊഡക്ഷൻ അത് മതി. ഇനി നമുക്ക് ഒരു ഫർണസ് ആക്കാം, കാരണം ഫുഡ് കുക്ക് ചെയ്യൽ എവിടെ, കൊയിലാണ്ടിയിലോ. ഈ ലൈന് സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടാ, നോക്കട്ടെ. ഇല്ല, ഉണ്ടായിട്ടാ, സോറി ഗൈസ്. ഞങ്ങൾക്ക് വില്ലേജിൽ കുറച്ച് സാപ്ലിങ് കിട്ടീനി, അപ്പം നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം, കാരണം ഈ ഐലൻഡിൽ പറഞ്ഞ വുഡിൻ്റെ ഡബ്ല്യൂ ഇല്ല. അപ്പം എന്നാ ഈ എന്നെ പറ്റി പിടിക്കുന്നത് ശരിയില്ല. ഓക്കെ, നെവർ മൈൻഡ്. ഇനി നമുക്ക് നമ്മളെ ചെസ്റ്റ് ആക്കാം. ചെസ്റ്റിൽ പറഞ്ഞാൽ നമ്മളെ വേരിയബിൾ ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. ദാറ്റ്സ് വൈ ദ ചെസ്റ്റ് ഈസ് യൂസ്ഡ്. എന്നാൽ ഞാൻ ഇത്രയും ഇംഗ്ലീഷ് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. എല്ലാ പ്രഷ്യസ് എന്നല്ല പറയാൻ കഴിയില്ല, എന്നാലും പറയാം. നമ്മൾ ഇൻവെൻട്രി ഫുൾ മൊത്തം ക്ലീനായിരിക്കണം, മൊത്തം. ഇനി നമുക്കൊരു ഇതാക്കാം, മറ്റേ ക്യാരറ്റ് ഫാം, കാരണം ഇത്രയും ക്യാരറ്റ് എന്തിന് വെറുതെ വേണ്ടതിന്. ഓക്കെ, ഇനി നമുക്ക് 4 എണ്ണം, 1 2 3 4 ഇങ്ങോട്ട്, 1 2 2 3 4 ഇങ്ങോട്ട്, 2 3 4 ഇങ്ങോട്ട്, 1 2 4 ഇങ്ങോട്ട്. ഇനി ഇങ്ങനെ ഫുൾ നിറച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇത് സെറ്റായി. ഇനി നമുക്ക് ഈ ഡ്രൈ അല്ല, ഇങ്ങനത്തെ ഡാർക്ക് ബ്രൗൺ ആയ സ്ഥലത്ത് നമ്മളെ ഇത് വച്ചുകൊടുക്കുക. എന്നാൽ അതിൻ്റെ പേര് ക്യാരറ്റ്. ഞാൻ പേര് മറന്നുപോയി, ലിറ്ററലി പേര് മറന്നുപോയി. അപ്പം നമ്മളെ ക്യാരറ്റ് ഫാം ഇവിടെ റെഡിയായി. ഇനി കുറച്ച് ക്യാരറ്റ് ബാക്കിയുണ്ട്, ഇന്നടുത്ത് പോയി കുത്തി കയറ്റാറുണ്ട്. കണ്ട നന്മമരം, എന്ത് ചെയ്യുക. ഇനി നമുക്കൊരു ഇൻഫാനായിട്ട് വാട്ടർ സോഴ്സ് വേണം, അല്ലാണ്ട് ഒന്നും നടക്കില്ല. നടക്കുമെല്ലാം ചെയ്യും. വൈ
നമുക്ക് 4 ബ്ലോക്കിൻ്റെ ആക്കണോ അല്ല 2 ബ്ലോക്ക്? ഏതായാലും 4 ബ്ലോക്ക് പൊട്ടിച്ചു. പിന്നെ 4ൻ്റെ എല്ലാം ആക്കാം. ഒരു വാട്ടർ ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ഇപ്പോഴായിട്ട് വാട്ടർ സോഴ്സ് ഈസ് റെഡി. ഞാൻ പറയുന്നത് ഈ വാട്ടർ ഞാൻ ഇവിടെ വെച്ചേക്കാം. ഈ ഡയറക്റ്റ് വരെ ഇവിടെ വെച്ചേക്കാം. ഇനി കടന്നുറങ്ങാം. ഇതെന്നാ നൈറ്റ് അല്ലാണ്ട് പിന്നെ ഡേയാ? ശരി എന്നാ ഇത്. അപ്പം നമുക്ക് നൈറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആയില്ലേ? കുറേ ആയി. ഓക്കെ, സെറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്, കാണാൻ അടുത്തൊരു ലെറ്റ്സ് പ്ലേൻ്റെ വീഡിയോ ആയിട്ട്. അതുവരെ ടാറ്റാ. ഓക്കെ, അതുവരെ ഒരു ഫ്ലോ കിട്ടുന്നില്ല. അതുവരെ ടാറ്റാ, ബൈ ബൈ. ഇങ്ങോട്ട് നോക്കറ പട്ടി. ടാറ്റാ, ബൈ ബൈ.